നമസ്കാരം. കുളത്തിൽ എന്തെങ്കിലും വീഴൂ? ഇത്തവണ കുളത്തിൽ വിരിയും. എത്രയെന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും. അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ കേരളം മാറുകയാണെന്ന്. അത് ശരിയല്ലേ? അത് മോദിക്കെതിരായി മാറുന്നു എന്നാണ് ജോർജ് ഏട്ടൻ പറഞ്ഞത്. മോദിക്ക് അനുകൂലമായി മാറുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ താങ്കൾക്ക് തന്നെ അറിയാമല്ലോ, ഇപ്പോൾ ഇലക്ഷന്റെ ആ തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ BJP അല്ലെ NDA കുറിച്ച് പ്രതിപാദിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അവസാനം നമ്മുടെ റിപ്പോർട്ടർ TVയുടെ അടക്കം എഡിറ്റേഴ്സ് ചർച്ചയിൽ നമ്മുടെ സ്മൃതി പരുത്തിക്കാട് മാഡത്തിന് പോലും പറയേണ്ടി വന്നില്ലേ, കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരത്തിന്റെ ഒരു പ്രതീതി ഉണ്ടെന്ന് പറയേണ്ടി വന്നില്ലേ? അപ്പൊ അത് മാറുമല്ലേ? തീർച്ചയായിട്ടും തിരുവനന്തപുരത്തും തൃശ്ശൂരും അങ്ങനെ ഒരു ത്രികോണ മത്സരമുണ്ട്. ആ കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല രണ്ടിടത്തും മത്സരം പ്രവചനാതീതവുമാണ്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും താമര വിരിയും. കൂടുതൽ സാധ്യത നിങ്ങൾക്കിപ്പോൾ പ്രാദേശികമായിട്ടുള്ള കണക്കുകളൊക്കെ കിട്ടിക്കാണുമല്ലോ. നിങ്ങൾ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചിട്ടുണ്ടാവും. തിരുവനന്തപുരത്തായിരിക്കും തൃശ്ശൂരായിരിക്കും സാധ്യത? രണ്ടും തുല്യമാണ്. രണ്ടും 100% ജയിക്കും എന്നുള്ള സാധ്യത തന്നെയാണ് ഞങ്ങൾ. വേണ്ടി വന്നാൽ രണ്ടും ജയിച്ചേക്കാം. സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖർ